നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചേച്ചി നമസ്കാരം. ഇന്ന് 266 ദിവസമായിട്ട് നമ്മുടെ സെക്രട്ടറിയേറ്റിന് മുൻപിൽ ആശാ വർക്കർമാർ നടത്തുന്ന സമരത്തിന് അല്ലെങ്കിൽ അവരുടെ പ്രതിഷേധത്തിന് ഇന്ന് തിരശ്ശീല വീഴുകയാണ്. ഇന്ന് എല്ലാ കണ്ണുകളും അങ്ങോട്ടേക്കാണ്. അപ്പോൾ ആ ഒരു വേളയിൽ പുതിയൊരു സമരപ്രഖ്യാപനമായിട്ടാണ് അവരവിടെ ഒരു താൽക്കാലികമായിട്ട് ഇപ്പോഴത്തെ ഒരു പ്രതിഷേധത്തിന് ഒരു തിരശ്ശീല വീഴ്ത്തിയിരിക്കുന്നത്. ഇന്ന് അവിടെ ഒരു അപ്രതീക്ഷിതമായിട്ട് ഒരു ആൾ കടന്നു വരികയാണ്. മറ്റാരുമല്ല, നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആണ്. കുറേ ദിവസമായിട്ട് രാഹുൽ പല പ്രവർത്തനങ്ങളുമായിട്ട് അദ്ദേഹം സജീവമാണെന്നറിയാം. ഇന്ന് രാഹുലിൻ്റെ ആ ഒരു എൻട്രി, അങ്ങോട്ടേക്കുള്ളൊരു വരവ് ആരും പ്രതീക്ഷിച്ചില്ല. ഒരുപക്ഷെ മാധ്യമങ്ങളാണെങ്കിൽ കൂടിയും അല്ലെങ്കിൽ ഇപ്പോൾ UDF ആണെങ്കിൽ കൂടി നേതാക്കളാണെങ്കിൽ കൂടി ആരും പ്രതീക്ഷിച്ചില്ല, നമ്മളും പ്രതീക്ഷിച്ചില്ല. ഏതായാലും അദ്ദേഹം അവിടെ എത്തിയപ്പോൾ വളരെ അദ്ദേഹത്തെ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് അവരെ സ്വീകരിക്കുന്ന ആശാ വർക്കർമാരെയാണ് കാണാൻ സാധിച്ചത്. അവരൊക്കെ തോളത്ത് തട്ടി കൈയൊക്കെ കൊടുത്ത് വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് രാഹുലിനെ സ്വീകരിച്ചത്. ഏതായാലും ഇപ്പോൾ അതൊരു വെള്ളിടി പോലെ പതിഞ്ഞിരിക്കുന്ന നമ്മുടെ VD സതീശനാണ്. അദ്ദേഹവും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു എന്നറിയാൻ സാധിച്ചു. എന്തായിരിക്കും ഇതൊരു മുന്നറിയിപ്പാണോ, അല്ലെങ്കിൽ ഇത് തൻ്റെ ഒരു നിലപാട്, അല്ലെങ്കിൽ താൻ ഇനിയും ശക്തമായിട്ട് തിരിച്ചു വരും എന്നുള്ള ഒരു കാര്യം കൂടിയാണോ രാഹുൽ ഈ വരവിലൂടെ പറഞ്ഞു വെക്കുന്നത്? ഒന്നാമത് രാഹുൽ MLA ആയിരിക്കുമ്പോൾ ആദ്യം അവതരിപ്പിച്ച അടിയന്തര പ്രമേയം തന്നെ ആശാമാരുടെ വിഷയങ്ങൾ തന്നെയായിരുന്നു. കൃത്യമായിട്ട് 233 രൂപ കൊണ്ട് ഒരു കുടുംബം എങ്ങനെ കഴിയാനാണ് എന്ന് ഇന്ന് വീണ്ടും രാഹുൽ പൊതുമധ്യത്തിൽ ചോദിക്കുമ്പോൾ ഒരു വലിയ ചോദ്യമാണ്. അതിദാരിദ്ര്യ വിമുക്ത കേരളമൊക്കെ പ്രഖ്യാപിക്കാനിരിക്കുന്ന പിണറായി സർക്കാരിന് വേണ്ടുന്ന കൊട്ട് അങ്ങ് പാലക്കാട് നിന്ന് വന്ന് തിരുവനന്തപുരത്ത് ഇട്ട് കൊടുക്കാൻ വേണ്ടി തന്നെയാണ് വന്നത്. അത് ഒറ്റയ്ക്ക്, ഈ ഒറ്റ എന്നൊക്കെ പറയത്തില്ലേ, നേരത്തെയൊക്കെ ആരെങ്കിലും ഒക്കെ കൂടെ ഡ്രൈവറൊക്കെ, ഇതൊന്ന് ഒറ്റയ്ക്കാണ് തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ വന്ന് നിന്നിട്ടുള്ളത്. അപ്പോൾ രാഹുൽ ഇപ്പൊ കഴിഞ്ഞ പാലക്കാട് കഴിഞ്ഞ കുറച്ച് കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇപ്പോൾ LDF-ലെ പല നേതാക്കന്മാരും പല ഇനോഗ്രേഷനും രാഹുലിനോടൊപ്പം കാണുന്നത് കണ്ടു. ഈവൻ നമ്മുടെ മന്ത്രി കൃഷ്ണൻകുട്ടി ഉൾപ്പെടെയുള്ള ആൾക്കാർ രാഹുലിൻ്റെ കൂടെ വേദി പങ്കിടുന്ന ദൃശ്യങ്ങളൊക്കെ കണ്ടു. ഇപ്പോൾ ആർക്കും രാഹുൽ MLA സ്ഥാനം മാറ്റണ്ട, ഈ പറയുന്നത് പോലെ രാഹുൽ വരുന്നതിനകത്ത് പ്രതികരിക്കേണ്ട, എല്ലാം തണുത്ത് ആറിക്കഴിഞ്ഞു. അത് എല്ലാത്തിനും ഒരു പരിധി ഉണ്ടല്ലോ, അത് ലംഘിച്ചു എന്ന് സ്വമേധയാ അവർക്ക് തോന്നി പിൻവലിഞ്ഞതായിരിക്കാം. പക്ഷേ ഇപ്പോൾ പിണറായി സർക്കാർ കാട്ടിക്കൂട്ടുന്ന ചില വിഡ്ഢിത്തങ്ങൾ എന്നേ നമുക്ക് പറയാൻ പറ്റും. അതിദാരിദ്ര്യ വിമുക്ത കേരളം, പെൻഷൻ പ്രഖ്യാപിക്കുന്നു, ആശമാർക്ക് ഭിക്ഷയായിട്ട് വെറും ഭിക്ഷക്കാശ് പോലും നമ്മൾ ഒരാൾ വന്നു കഴിഞ്ഞാൽ കൊടുക്കത്തില്ലേ, വെറും 33 രൂപ വർദ്ധിപ്പിച്ചത് 1000 രൂപയാക്കുന്നു. ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ കാണിക്കുമ്പോൾ തലസ്ഥാനത്ത് വന്ന് പിണറായിക്ക് ഇട്ട് നല്ലോണം കൊടുക്കാതെ പോകുന്നത് ശരിയല്ല. അതിനായിട്ട് തന്നെ വന്നത് MLA ഹോസ്റ്റലിൽ നിന്ന് KPCC-യിലൊന്നും കയറില്ല, നേരെ ആശാമാരുടെ അടുത്ത് വന്നു. പക്ഷെ എനിക്ക് അവിടെ കണ്ടത് ഈ മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതാണ് ഇപ്പൊ രാഹുൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പ്രതീക്ഷിച്ചത് തലസ്ഥാന നഗരിയിലാണ് ഒരുപക്ഷെ രാഹുലിന്റെ പ്രശ്നം വലിയ രീതിയിൽ കൊടുമ്പിരി കൊണ്ടിട്ടുള്ളത്. ഗ്രാമപ്രദേശം കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും ഈ പറയുന്ന രാഹുലിന്റെ വിഷയം പലർക്കും അറിയില്ല. ഈ TV ഒക്കെ കാണുന്നവരും ചർച്ചകളൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും വലിയ രീതിയിൽ ആൾക്കാർ ഗൗനിക്കുന്നില്ല. പക്ഷെ തലസ്ഥാനത്ത് കുറച്ചുകൂടെ ഈ പറയുന്ന വന്ന് ചേർന്നിട്ടുള്ളവരാണ്. ഈ പറയുന്ന IT മേഖലയുണ്ട്, പല വികസിത പ്രവർത്തനങ്ങളും നമ്മുടെ തലസ്ഥാനത്താണല്ലോ ഒത്തുചേരുന്നത്. രാഷ്ട്രീയ ചർച്ചകൾ ഏറ്റവും കൂടുതൽ കൊടുമ്പിരി കൊള്ളുന്ന തലസ്ഥാനത്താണ്, വന്നു ചേരുന്നവരാണ് ഏറ്റവും കൂടുതൽ, വരുത്തരാണ്. അപ്പൊ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയമൊക്കെ ഒരുപാട് ചർച്ചകളാവുന്നത്. ഒരുപാട് ചാനലിലും മാധ്യമങ്ങളും ഒക്കെ ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഇത്രയും വിഷയമായത്. ഈ തലസ്ഥാന നഗരിയിലേക്ക് വന്ന് ഒരുപക്ഷെ പലർക്കുമുള്ള ഒരു സൂചനയായിട്ട് രാഹുൽ ആ സ്ത്രീകളുടെ, ആ ആശമാരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുന്നു. ഒരു പക്ഷെ അവർ ഒരു ഹായ് ഹുയിൽ ഒന്ന് ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുമെന്ന് കരുതിയെടുത്താണ് ഒരമ്മ വന്ന് കെട്ടി അങ്ങ് പിടിക്കുകയാണ് രാഹുലിനെ. കെട്ടിപ്പിടിച്ചുകൊണ്ട് വിശേഷങ്ങൾ ചോദിക്കുന്നു. എല്ലാ സ്ത്രീകളും അങ്ങ് വളയുവാണ്, അത് പ്രായമായ സ്ത്രീകളെല്ലാം അങ്ങ് വളയുവാണ്. ഇവിടെയാണ് രാഹുലിന്റെ വിജയം എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തെല്ലാം വിഷയങ്ങൾ. 60 വയസ്സുള്ള സ്ത്രീയെ വരെ വെച്ച് ക്രൈംബ്രാഞ്ച് ഉൾപ്പെടെ പിണറായി സർക്കാർ ഉൾപ്പെടെ പുറത്തുവിടുന്ന പല കാര്യങ്ങൾ, ഇവിടെയാണ് അവർ തോറ്റുപോയത്. സ്ത്രീകൾ രാഹുലിനോടൊപ്പം ഉണ്ട്, അല്ലെങ്കിൽ പ്രായമായ അമ്മമാർ രാഹുലിനോടൊപ്പം ഉണ്ട്. ഏതൊരു മനുഷ്യനും ഒരു നെഗറ്റീവും ഉണ്ട്, പോസിറ്റീവും ഉണ്ട് അല്ലേ? രാഹുലിന്റെ അമ്മയും സഹോദരിയൊക്കെ കണ്ടു തന്നെയാണ് വളർന്നതും അവരോടൊപ്പമാണ് ജീവിക്കുന്നതും ജീവിച്ചിട്ടുള്ളതും.
അപ്പോൾ ഒരു പുരുഷനെ നമ്മൾ എങ്ങനെയാണോ കൈകാര്യം ചെയ്യുന്നത് ആ വ്യക്തി നമ്മൾ ആ രീതിയിലായിരിക്കും കാണുന്നത് അല്ലേ. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു സഹോദരനായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രാഹുൽ തിരിച്ച് ഒരു അനിയത്തിയായിട്ടോ ചേച്ചിയായിട്ടായിരിക്കും കാണുന്നത്. അമ്മയായിട്ടാണ് കാണുന്നതെങ്കിൽ അമ്മയായിട്ട് തന്നെ കാണും. പക്ഷെ ഒരു പുരുഷന്റെ മനസ്സിലേക്ക് വേറൊരു രീതിയിൽ നമ്മൾ ഒരു സ്ത്രീ വളർത്തിക്കൊണ്ടുവന്നാൽ നമ്മൾ പിന്നെ ആ രീതിയിലേക്കാണ്. ഇപ്പൊ ബെസ്റ്റി ഉണ്ട്, സിറ്റുവേഷൻഷിപ്പ് ലവ് ഉണ്ട്, ജഡ്സിയുടെ ഒക്കെ കുറെ ലവുകളൊക്കെ കാണാം. പലതരത്തിലുള്ള ഈ പറയുന്ന ക്രഷ് ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള ഇൻഫാറ്റുവേഷനും ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള രീതിയിൽ ഈ പറയുന്ന ഫ്രണ്ട് ഉണ്ട്, ഈ സിറ്റുവേഷൻ ഫ്രണ്ട് ഉണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള രീതിയിലേക്ക് കൺവെർട്ട് ചെയ്യുന്ന ബന്ധങ്ങൾ ഇന്നത്തെ തലമുറകളിൽ നിൽക്കുമ്പോൾ അതേ തലമുറയിൽപ്പെട്ടതാണ് രാഹുൽ മാങ്കൂട്ടം അല്ലേ. അപ്പൊ നമ്മൾ എങ്ങനെയാണോ ഒരു പുരുഷനോട് ഇടപെടുന്നത് ആ രീതിയിലായിരിക്കും ആ വ്യക്തി തിരിച്ചിടപെടുന്നത്. ഇവിടെ കാണിച്ചു കൊടുക്കുന്നത് രാഹുൽ അങ്ങ് ഞരമ്പ് രോഗിയാണ്, രാഹുൽ വെറും വൃത്തികെട്ടവനാണ്, മാനസിക രോഗിയാണ്, മാനസിക വൈകൃതമുള്ള ഒരു മനുഷ്യനെ ഏതൊക്കെ തലത്തിൽ കൊണ്ടുവന്ന് എത്തിക്കാം അതൊക്കെ എത്തിച്ചു. പക്ഷെ ഒന്ന് ചിന്തിക്കൂ, രാഹുലിനോട് ഇടപെടുന്ന പ്രായം ചെന്ന അല്ലെങ്കിൽ കൊച്ചു കുട്ടികൾ മുതൽ നല്ല 10, 20, 22 വയസ്സുള്ള പെൺകുട്ടികൾ മുതൽ ആരാധനയുള്ള എത്രയോ പെൺകുട്ടികളുണ്ട്. ഇവരെ എല്ലാം അങ്ങ് രാഹുൽ ഫോൺ നമ്പർ വാങ്ങി ഇങ്ങനെ അങ്ങ് ചെയ്യുവാണോ ചെയ്യുന്നത്? അവിടെയാണ് രാഹുലിന്റെ വിജയം. ഇപ്പം അദ്ദേഹം ഒരു പുരുഷനാണ്, 30-35 വയസ്സുള്ള ഒരാളാണ്. അപ്പൊ അദ്ദേഹം ഇടപെടുന്ന ചില സ്ത്രീകൾ ഫ്രണ്ട്ഷിപ്പിനേക്കാൾ അപ്പുറം ഒരുപക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റിങ് വന്നിട്ടുണ്ട്. അതിലുള്ള നൂലാമാലകൾ അത് ശരിയെന്ന് ഞാൻ പറയുന്നത് തെറ്റ് തന്നെയാണ്, നേതാവിന് ചേർന്ന പണിയല്ല. പക്ഷെ എന്ന് വെച്ച് അയാൾ വെറും മാനസിക രോഗിയാണ്, ഞരമ്പ് രോഗിയാന്ന് പറയരുത്. അദ്ദേഹത്തിന്റെ ഒരു വശം, ഒരു ചീഞ്ഞ വശം, ഒരു നല്ല വശം ഒരു മനുഷ്യനുണ്ട്. ഒരു ചീഞ്ഞ വശം എന്ന് നമുക്ക് പറയാനും പറ്റില്ല അത്, കാരണം ഏതൊരു മനുഷ്യനുമുള്ള കാര്യങ്ങളല്ലേ അതൊക്കെ, അതിൽ അങ്ങോട്ട് ചെന്ന് ഹെഡ് ചെയ്തിട്ടല്ലേ. അപ്പൊ അത്തരത്തിൽ അതിനെ മാറ്റി നിർത്തുമ്പോൾ ബാക്കി ഒരു നേതാവ് എന്നുള്ള രീതിയിൽ, രാഷ്ട്രീയ നിരൂപകൻ എന്നുള്ള രീതിയിൽ, ഒരു പക്ഷേ ഭരണപക്ഷത്തിനെ ഇത്രമാത്രം ആക്രമിക്കാൻ ശക്തിയുള്ള, വാക്ശക്തിയുള്ള ഒരു നേതാവ് എന്നുള്ള രീതി, കരുത്തുറ്റ ഒരു നേതാവാണ് രാഹുൽ മാങ്കൂട്ടം അല്ലെ. യൂത്തിന്റെ ഒരു നേതാവായിരുന്നു. ആ മാങ്കൂട്ടത്തെയാണ് ഒരു പക്ഷെ തകർത്ത് തരിപ്പണമാക്കിയത്. അവിടെ നിന്ന് ഉയർത്തു വരുന്ന രാഹുലിനെയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പാലക്കാട് നിറഞ്ഞു നിൽക്കുകയാണ് രാഹുൽ. ഇപ്പോൾ ഇങ്ങ് സെക്രട്ടേറിയറ്റ് തലസ്ഥാനത്ത് വന്നും അമ്മമാരുടെയൊക്കെ ആശാപ്രവർത്തകരുടെയൊക്കെ ഒരു സ്നേഹമൊക്കെ വാങ്ങി അവർക്ക് വേണ്ടി 2 വാക്ക്. കാരണം രാഹുലിന്റെ ആദ്യത്തെ അടിയന്തര പ്രമേയം നിയമസഭയിൽ രാഹുൽ പറഞ്ഞത് ആശമാർക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ അവരെ ഇന്ന് നിർത്തുമ്പോൾ വന്നിരിക്കേണ്ടെന്ന ഉത്തരവാദിത്തം രാഹുലിനുണ്ട് അല്ലേ. രാഹുൽ കൊണ്ടുവന്ന ഒരു പ്രമേയം അത് എങ്ങും എത്താത്ത രീതിയിൽ പോകുമ്പോൾ രാഹുൽ വന്നു. ഇന്ന് ഒപ്പം ചില മാധ്യമങ്ങൾ പറയുന്നിട്ടു രാഹുൽ വന്നതിൽ അതൃപ്തിയാണ് VD സതീശന്. എവിടെ അതൃപ്തി? ഒരു അതൃപ്തിയും ഇല്ല. അതിനുശേഷമാണ് VD സതീശൻ വന്നത്. രാഹുലിനെ കണ്ടില്ല. രാഹുൽ രാവിലെ തന്നെ വന്നിട്ട് പോയി. അത് രാഹുൽ വന്നത് ഒരു MLA എന്നുള്ള രീതിയിലും ആശാപ്രവർത്തകർക്ക് വേണ്ടിയിട്ട് പല രീതിയിൽ സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ് രാഹുൽ വന്നത്. രാഹുലിന്റെ കടമ ചെയ്ത് തിരിച്ചുപോയി. അത് കഴിഞ്ഞ് കോൺഗ്രസ് വന്നു, അല്ലെങ്കിൽ UDF പ്രവർത്തകർ വന്നു, VD സതീശൻ വന്നു, അവര് സംസാരിച്ചു, അവര് പോകുന്നു. ഇതിനകത്തൊക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന മാധ്യമങ്ങളുടെ കാര്യമാണ് ആലോചിക്കുന്നത്. VD സതീശന് അതൃപ്തിയാണ് രാഹുൽ വന്നതിൽ. എവിടെയാണ് അതൃപ്തി? ഞാനൊന്നും കണ്ടില്ല. ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയിടത്തോളം അവർ പരസ്പരം കണ്ടിട്ടേ ഇല്ല. അത് പിന്നെ എങ്ങനെയാണ് അതൃപ്തി അറിയിക്കുന്നത്? രാഹുൽ MLA ആണ്, അദ്ദേഹം വന്ന് കാണുന്ന VDക്ക് എന്താണ് അതൃപ്തി? അത് മാത്രമല്ല, ഹൈക്കമാൻഡ് ഇപ്പം പല നിർദ്ദേശം VD സതീശന് കൊടുത്തിട്ട് മര്യാദയ്ക്ക് അടങ്ങിക്കുത്തി ഇരുന്നില്ല എന്നുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക. അതുകൊണ്ട് ഇനിയിപ്പോൾ കോൺഗ്രസ് അതൃപ്തി കണ്ടു, രാഹുൽ വന്നപ്പം VD സതീശൻ മുഖം തിരിഞ്ഞു, പിന്നെ അബിൻ വർക്കി ചീറ്റി തെറിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെറുതെയാണ്. അത് നടക്കുന്ന കാര്യമല്ല. ഇത് ആശയപരമായിട്ട് നേരിടാൻ വയ്യ. ഇതിപ്പോ ഇന്ന് VD സതീശൻ ആശയങ്ങളോടാണ് നേരിട്ടത്. VD സതീശൻ ഇന്ന് ആശമാർക്ക് കൊടുത്തൊരു വാക്കുണ്ട്, ഞങ്ങൾ ജയിച്ചു വരികയാണെങ്കിൽ ആദ്യത്തെ പ്രഖ്യാപനം നിങ്ങളുടെ ഇത് തന്നെയാണ്, ശമ്പള വർധന തന്നെയാണ് എന്ന് ഇന്ന് VD സതീശൻ വാക്ക് കൊടുത്തു. ഇതൊക്കെയാണ് നേരിടേണ്ടുന്നത്. അല്ലാതെ ഈ പറയുന്ന കള്ളക്കണക്കും കള്ളത്തരവും സ്ത്രീ വിഷയമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടല്ല നിൽക്കേണ്ടത്. ഇന്ന് രാഹുൽ എന്തുകൊണ്ട് വന്നത് നന്നായി. കാരണം ഒരു MLA സ്ഥാനത്തിലേക്കുള്ള ആദ്യത്തെ ചുവടുവെപ്പിൽ ആ നിയമസഭയിൽ ഒരു പാർലമെന്ററി അംഗം എന്നുള്ള രീതിയിൽ ഈ പറയുന്നത് പോലെ അവിടെ ചെന്ന് കയറുമ്പോൾ അദ്ദേഹം പ്രമേയം അവതരിപ്പിച്ചത് ഈ പറയുന്നത് പോലെ ഈ വിഷയമാണ്. അപ്പൊ എന്തുകൊണ്ട് അവര് ഇന്ന് അവരുടെ സമരം അവസാനിപ്പിക്കാൻ പോവുകയാണ്. അപ്പം എന്ത് ചെയ്യണം? അദ്ദേഹം വരേണ്ട ഉത്തരവാദിത്തമുണ്ട്. ഒന്ന് നോക്കുക, ആശമാരുടെ സമരത്തിലേക്ക് കടന്നാൽ 266 ദിവസമാണ് കൃഷ്ണേന്ദു പറഞ്ഞത് അല്ലേ. പക്ഷെ കേരളം കണ്ട ഇത്രയും ശക്തമായ സമരം വേറെ ഉണ്ടാവില്ല. ഇത്രയും ജനപിന്തുണ കിട്ടിയ സമരങ്ങൾ കുറെ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ കുറെ അതിനകത്ത് അന്ധമായിട്ട് വിശ്വസിക്കുന്ന കുറെ പേര് അവരെ എന്തെങ്കിലുമൊക്കെ
പറയുന്നു എന്നല്ലാതെ കുറച്ച് സ്ത്രീകൾ മാത്രം വരുന്നുള്ള ഈ സമരം വിജയം കണ്ടു എന്ന് തന്നെ പറയാം. കാരണം 33 രൂപ ഇവർ സമരം അവസാനിപ്പിച്ചിട്ടില്ല, സെക്രട്ടേറിയറ്റ് സമരം മാത്രമേ അവസാനിപ്പിക്കൂ. ഇനി ഇവര് അടുത്തത് ചുവട് വെക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയുമോ? ഇലക്ഷന് UDF-നോടൊപ്പം നിന്ന് പിണറായിക്കിട്ടുള്ള പണികളാണ്. ഓരോ പ്രവർത്തനം വീടുകൾ കയറി ഇറങ്ങും, എന്തെല്ലാം പറയുമ്പോൾ അത് അത്രയും പറയും. സെക്രട്ടേറിയറ്റിൽ കണ്ടതും കാണാത്തതുമായിട്ടുള്ള പല സമരങ്ങൾ അവരുടെ ഉള്ളിലുണ്ട്. 266 ദിവസമാണ് അവരവിടെ നിന്നത്. പിന്നെ മാത്രമല്ല കൂടുതൽ ജില്ലകളിലേക്കും ഇത് വ്യാപിപ്പിക്കാനുള്ള തീർച്ചയായിട്ടും. അപ്പം കേരളം കണ്ട സ്ത്രീ സമരങ്ങളിൽ ഏറ്റവും ഒരുപക്ഷെ ചരിത്രത്തിൽ എഴുതിപ്പെടാൻ പറ്റുന്നതും പിണറായിയെ ഏറ്റവും അധികം വേട്ടയാടുന്നതുമായിട്ടുള്ളൊരു സമരം ഇതായിരിക്കും. കാരണം നാണം കെട്ട് പിരിവെട്ടിയ പിണറായി വിജയനെയാണ് ഇപ്പൊ കാണാൻ പറ്റും. ഒരു പക്ഷേ ഒരു മിനിമം വേതനം അവർ ചോദിച്ചോളൂ, അത് വേണ്ട, ഒരു 400 രൂപ 500 രൂപ പോലും വേണ്ട, ഒരു 400 രൂപയെങ്കിലും ആക്കി അവരുടെ വേതനം ഒന്ന് വർദ്ധിപ്പിച്ചിരുന്നെങ്കിൽ. ഇതിനകത്ത് ചില സഖാക്കന്മാർ ചോദിക്കുന്നുണ്ട്, ഇവർ എന്താണ് ചെയ്യുന്നതെന്ന്. ഇവരാണ് ചെയ്യുന്നത്, അവർക്ക് സമയങ്ങളില്ല, മണിക്കൂറുകളില്ല. നമുക്കൊക്കെ 8 മണിക്കൂർ അല്ലെങ്കിൽ 10 മണിക്കൂർ വർക്ക് ചെയ്താൽ മതി. അവർക്ക് അങ്ങനെയല്ല. അവർ ചിലപ്പോൾ സന്ധ്യാനേരങ്ങളിലായിരിക്കും വന്ന് കയറുന്ന വീട്ടിൽ. ഈ ആശാപ്രവർത്തകരുള്ള എനിക്കറിയാം, എൻ്റെ പേഴ്സണൽ അനുഭവമാണ്. ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോഴൊക്കെ ഓരോ മാസം ചേച്ചിമാർ കയറി വരും, മോളെ നന്നായിട്ട് കഴിക്കുന്നുണ്ടോ, അയൺ ടാബ്ലറ്റ് കഴിച്ചോ, അല്ലെങ്കിൽ നീ വാക്സിൻ എടുത്തോ, കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞോ കുഞ്ഞിൻ്റെ വാക്സിൻ എടുത്തോ, അത് അടുത്ത ആഴ്ച പോകണം, എന്നിട്ട് ഒന്നും കൂടി വിളിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കും. അത് മാത്രമാണോ? ഈ മഴക്കാലം വരുമ്പോൾ അവർ വരും. എന്തെല്ലാം കാര്യങ്ങളാണ് അവർ ആരോഗ്യ മേഖലയിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരെയൊക്കെ പിരിച്ചുവിടണം. എന്നിട്ട് PSC വഴി, അതായത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ ജനറൽ നേഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞ കുട്ടികളെ ഇവരുടെ സ്ഥാനത്ത് വിനിയോഗിക്കണം. നല്ല കാര്യമാണ്, അവരെ ഈ സ്ഥാനത്ത് കൊണ്ടുവരട്ടെ. പക്ഷെ ജനറൽ നേഴ്സിംഗ് പഠിപ്പിക്കുന്ന ഒരു കുടുംബം, സാധാരണ കുടുംബം ജനറൽ നേഴ്സിംഗ് ഒരു കുഞ്ഞിനെ പഠിപ്പിച്ചെടുക്കണമെങ്കിൽ ലക്ഷങ്ങൾ വേണം. ഇന്ന് പുറത്താണ് നിർത്തി പഠിപ്പിക്കുന്നത്. അതിൻ്റെ ഒരു മിനിമം എങ്കിലും, ആ പഠിച്ചതിൻ്റെ ഒരു ഇതെങ്കിലും സാലറി ആയിട്ട് കൊടുക്കുക ഈ സർക്കാരിന് പറ്റുമോ? അല്ലേ? ഇന്ന് ഏതൊരു സ്ഥാപനത്തിന് പോയി കഴിഞ്ഞാൽ 15,000 20,000 രൂപ മിനിമം സാലറി കിട്ടും. അതെങ്കിലും കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ പറ്റാതെ ഇവർ അവർക്ക് ആ വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ടാണ് അവർ ചെയ്യുന്നത്. പക്ഷെ അവർക്ക് കൃത്യമായ ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ജനറൽ നേഴ്സിംഗ് ഉള്ളവരെ അതിൻ്റെ അടുത്ത തസ്തികയിൽ വിനിയോഗിക്കണം. നല്ല കാര്യമാണ്. അവരെ ഇതിൻ്റെ കൂട്ടത്തിൽ എടുത്ത് സർക്കാർ ജോലിയാക്കി എടുക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. അതൊക്കെ നല്ലത് തന്നെ. പക്ഷെ അതിന് ഇങ്ങോട്ട് ഇറക്കണം, പണം ഇറക്കൂല. ഈ ആവശ്യമുള്ളത് അല്ലാതെ ഈ സെക്രട്ടേറിയറ്റ് ഇരിക്കുന്ന കുറേ എണ്ണത്തിന് കുംഭം വെറുപ്പിക്കാൻ വേണ്ടി 6 മാസം കൂടുമ്പോൾ എന്ത് ചെയ്യും? ശമ്പളം വർധന, മന്ത്രിമാരുടെ ശമ്പളം വർധന, MLA-മാരുടെ ശമ്പളം വർധന, ഇതാണ് നടക്കുന്നത്. MLA-മാർക്ക് പെൻഷൻ, മന്ത്രിമാർക്ക് പെൻഷൻ, അത് എന്തുവാണ്? ഈ സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥരുടെയൊക്കെ ശമ്പളം കേട്ടാൽ നമ്മൾ തന്നെ ഞെട്ടിത്തെരിച്ചു പോകും. അപ്പോൾ 6 മാസം കൂടുമ്പോൾ ശമ്പള പരിഷ്കരണമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടിക്കുറച്ചിട്ട് പകുതിയൊക്കെ ഈ ആശാപ്രവർത്തകർക്കും അല്ലെങ്കിൽ ഈ ജനറൽ നേഴ്സിംഗ് പഠിച്ച് വെറുതെ നിൽക്കുന്ന എത്രയോ പെൺകുട്ടികളുണ്ട്. അവരെയൊക്കെ വേണ്ടുന്ന ആ മെഡിക്കൽ കോളേജിലൊന്നും നഴ്സുമാരും ഇല്ല, ഡോക്ടർമാരും ഇല്ല. ഇങ്ങനെ പഠിച്ച് വെറുതെ നിൽക്കുന്നവരെയൊക്കെ അതിനുവേണ്ടി വിനിയോഗിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആരോഗ്യ കേരളം നമ്പർ 1 കേരളമാണെന്ന് ഇപ്പോൾ വെറുതെ പറയുന്നത് നാളെ ശരിയായിട്ട് വരും. അതവിടെ നിൽക്കട്ടെ. ഏതായാലും ആശാപ്രവർത്തകരുടെ ഇപ്പോഴത്തെ ഈ ഒരു സമരം വിജയിച്ചു എന്ന് തന്നെ പറയാം. കാരണം അവരെ പോലെ വേറെ ആരും ഇത്രത്തോളം സമരം ചെയ്തിട്ടില്ല. ഒരു 33 രൂപയെങ്കിലും കൂട്ടിയല്ല. മാത്രമല്ല പല കാര്യങ്ങളും അവർ കാരണം ഇവർക്ക് ശമ്പളം കുടിശ്ശികയുണ്ടായിരുന്നു. ഇതെല്ലാം ഇപ്പം കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവർ വിടിട്ട് വാട്ടുമെന്ന് അറിയാം. ഇതുപോലെ നിരവധി കാര്യങ്ങൾ ഈ ഒരു സമരം മൂലം അവർ നേടിയെടുത്തു. ദേശീയ തലത്തിൽ വരെ ശ്രദ്ധയായി. അവിടെ പല ആശാപ്രവർത്തകർക്ക് ശമ്പള വർധനമുണ്ടായി. ഇനി മറ്റൊരു കാര്യം കേൾക്കണം, ഇവരുടെ മറ്റൊരു ആരോപണമുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങൾ പോലും ഇവർക്ക് ശമ്പളം കൂട്ടിക്കൊടുക്കുക എന്ന് പറഞ്ഞെടുത്ത് പിണറായി വിജയൻ ഉൾപ്പെടെ ഇടങ്കോലിട്ടു എന്നുള്ളതാണ്. എന്നാൽ ഇവർ തരും അതില്ല. എന്നാൽ തദ്ദേശ സ്ഥാപനം, അതായത് മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ അതായത് കോർപ്പറേഷൻ ഭരിക്കുന്നവർ ഇവർക്ക് ഇത് കൂട്ടിക്കൊടുക്കാം, അവരുടെ ഫണ്ടിൽ നിന്ന് എടുത്ത് കൂട്ടിക്കൊടുക്കാന്ന് പറഞ്ഞിട്ട് പോലും ഇവർ കേൾക്കുന്നില്ല. അപ്പൊ അത്രയേറെ ഇവരെ ശത്രുക്കളായിട്ട്, ഈ സ്ത്രീകളെ, പാവപ്പെട്ട ഈ സ്ത്രീകളെ ശത്രുക്കളായിട്ട് കണ്ടിട്ടാണ് അതിദാരിദ്ര്യമുക്ത കേരളം എന്ന് പറഞ്ഞു ഇന്ന് പ്രഖ്യാപിക്കാതിരിക്കുന്നത്. 3 മറ്റേ താരങ്ങളെ വെച്ചുകൊണ്ട്. അവർക്ക് അതിദാരിദ്ര്യമൊന്നുമില്ല. ഇതിൽ നിങ്ങൾ അതിദാരിദ്ര്യം മാറ്റിയ ആൾക്കാരെ 60,000 പേരുണ്ടായിരുന്നല്ലോ, അവരെ അറ്റ്ലീസ്റ്റ് ഒരു 100 പേരെങ്കിലും നിങ്ങൾ കൂട്ടിയാൽ നമുക്ക് മനസ്സിലാക്കാം. ഇതിന്റെ റെക്കോർഡ് സഹിതം, ഇതിന്റെ വീഡിയോ സഹിതം നിങ്ങൾ പുറത്തിറക്കും. ആർക്കൊക്കെയാണ് നിങ്ങൾ വീട് വെച്ച് കൊടുത്തേ? അവരുടെ അഡ്രസ്സുകൾ തരൂ, ഞങ്ങളൊന്ന് പരിശോധിക്കട്ടെ. ഇതെന്താ പുറത്തു വിടാത്ത? ഇതൊന്നും പുറത്തു വിടൂല. 64,000 പേർക്ക് ഞങ്ങൾ വീട് വെച്ച് കൊടുത്തു. ഇനി 10 വർഷം ഇരുന്നാൽ പോലും 64,000 പേരുടെ വീട് ഒരുമിച്ച് തീർക്കാൻ പറ്റുമോ? വയനാട് ദുരന്തം 750 കോടി കസ്റ്റഡി കിടപ്പുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടായിട്ട്. ഇപ്പൊ ആ വീട് മാന്തിയാണ് ടൗൺഷിപ്പ് വെക്കും പോലും. എന്നിട്ട് എന്തായി? അത് മുഖ്യ. അപ്പൊ ഇങ്ങനെ എന്താ പറയുക, ഇവരുടെ ഈ കള്ള പ്രചരണങ്ങളും കള്ള പ്രവർത്തികളും കാരണം നട്ടം തിരിഞ്ഞിരിക്കുക. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ട എന്തുകൊണ്ടും
ഇവിടെ ഇടയിൽ വന്നത് പിണറായി വിജയന്, കാരണം ശരിക്കും ഇട്ട് കൊടുത്തേയല്ലേ രാഹുലിന്, ഇട്ട് നല്ല ഒരു കൊട്ട് കൊടുത്തിട്ട് ഇരിക്കാൻ. വരുന്ന തെരഞ്ഞെടുപ്പിനെ ഈ കൃഷ്ണ ഇത് ചോദിച്ചൊരു ചോദ്യമുണ്ട്, എങ്ങനെയായിരിക്കും നേരിടുന്നത്? തീർച്ചയായിട്ടും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ രാഹുലിൻ്റെതായ പ്രവർത്തന മേഖലയിൽ നിൽക്കുക, നിയമസഭയിൽ ഒരു സീറ്റ് ഉറപ്പാണ്. തീർച്ചയായിട്ടും രാഹുൽ തിരിച്ചു വരണം. കാരണം യൂത്തിൻ്റെ ഒരു മുഖമായിട്ട് രാഹുൽ തിരിച്ചു വരണം. വ്യക്തി ജീവിതം മാറ്റി നിർത്താം. വ്യക്തി ജീവിതം ഒരു പരാതിക്കാരി ഇല്ലാത്തിടത്തോളം കാലം അത് അദ്ദേഹത്തിൻ്റെ സ്വകാര്യതയാണ്. ആ സ്വകാര്യത എങ്ങനെ നേരിടണം എന്ന ഒരു പുരുഷൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട്, ധാരണയുണ്ട്. അതിൽ വെറുതെ മാധ്യമങ്ങളും ജനവും കൈകടത്താതിരിക്കുക. ഇനി അവിടെ ഒരു പരാതിക്കാരി വരുമ്പോഴാണ് അത് സാമൂഹിക വിഷയമായിട്ട് വരുന്നത്, നമ്മളൊക്കെ പോലുള്ളവർ കൈകാര്യം ചെയ്യുന്നത്. അതങ്ങനെ വരട്ടെ. അന്ന് രാഹുലിനെ നമുക്ക് തന്നെ കൈകാര്യം ചെയ്യാം. അത്തരത്തിലൊരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കാൻ ഇടവരുന്ന ഒരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് കൃത്യമായ തെളിവുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പെൺകുട്ടിയോടൊപ്പം തന്നെ, എത്ര പെൺകുട്ടികളാണോ ആ പെൺകുട്ടികളോടൊപ്പം തന്നെ ഞാൻ തന്നെ മുൻപന്തിയിലുണ്ടായിരിക്കും. കാരണം പലരും ഇതിനകത്ത് കമന്റുകൾ ഇടുന്നുണ്ട്, ചേച്ചി എപ്പോഴും രാഹുലിന് സപ്പോർട്ടല്ല. നല്ലൊരു നേതാവിനെ ഇല്ലായ്മ ചെയ്യാൻ എളുപ്പമാണ്. ഉമ്മൻചാണ്ടിയുടെ കാലമാണെങ്കിൽ പല ഇപ്പൊ മുകേഷിൻ്റെയൊക്കെ ആണെങ്കിൽ അനാവശ്യമായിട്ടുള്ള സ്ത്രീകൾ പോകാതൊന്നും ഇത് നടക്കത്തില്ല. അത് ഇനി നാളെ CPM-ന് ഒരു നേതാവിന് കൃത്യമായിട്ട് ഇങ്ങനെയൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ നേതാവിനെ അനുകൂലിച്ചേ ഞാൻ സംസാരിക്കത്തുള്ളൂ. പക്ഷേ അതോടൊപ്പം തന്നെ ഒന്ന് ചിന്തിക്കേണ്ട കാര്യമുണ്ട്, തെറ്റ് അവരുടെ ഭാഗത്താണെങ്കിൽ ഇതുപോലെ തന്നെ ഞാൻ അവരെ എതിർക്കുകയും ചെയ്യും.